നമസ്കാരം, nathaskitchenലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ പൊറോട്ട എങ്ങനെ വീശിയടിക്കാതെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ കൂടി അമർത്തുക. ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം. അര ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മൈദ ആഡ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കണം. കുറേശ്ശെ മൈദ ഇട്ട് കൊടുക്കണം. ഒരുപാട് ഹാർഡ് ആവരുത്. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസ് ആയിരിക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാവുന്നതാണ്. എണ്ണ ഒഴിച്ച് നന്നായി കുഴയ്ക്കാം. മാവ് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. 2 മണിക്കൂറിന് ശേഷം മാവ് നന്നായി ഒന്ന് കുഴയ്ക്കാം. ഒരു ടേബിൾ ടോപ്പിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്യാം. മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ബോൾസ് ആയിട്ട് മാറ്റാം. ഓരോ ബോൾസായി ടേബിൾ ടോപ്പിൽ വെച്ച് നന്നായി പരത്തിയെടുക്കണം. മാക്സിമം കനം കുറച്ച് എത്രത്തോളം നീളത്തിൽ പരത്താവോ അത്രത്തോളം നീളത്തിൽ പരത്തണം. നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്യാം. വീഡിയോയിൽ കാണുന്നത് പോലെ ചുറ്റിയെടുക്കണം. ഇതുപോലെ ചുറ്റിയെടുത്താലേ കറക്റ്റ് ആയിട്ടുള്ള ലേയേഴ്സ് ഒക്കെ വരത്തുള്ളൂ. ചുറ്റി വെച്ചിരിക്കുന്ന മാവ് കൈ കൊണ്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ഒരു തവയിലിട്ട് ചുട്ടെടുക്കാം. 2 സൈഡും നന്നായി മുരിച്ചെടുക്കണം. ചുട്ടെടുക്കുന്ന പൊറോട്ടയെല്ലാം ഒരു ബ്ലസ്റ്ററിലോ ഒരു കാസ്ട്രോളിലോ ഇട്ട് അടച്ചു വെക്കണം. ചൂട് പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ അടച്ചു വെക്കുന്നത്. ഇനി ചുട്ട് വെച്ചിരിക്കുന്ന പൊറോട്ടയെല്ലാം ഇതുപോലെ അടിച്ച് അതിൻ്റെ ലേയേഴ്സ് എല്ലാം ഇളക്കണം. സോഫ്റ്റ് ആയിട്ടുള്ള ലേയേർഡ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. താങ്ക് യു.